നമസ്കാരം. പ്രൈം ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിൽ ഭരണം മാറിയതോടെ രൂപ കരുത്തു നേടുന്നു. UAE ദിർഹവുമായുള്ള വിനിമയ നിരക്ക് 16 രൂപയിൽ താഴെയായി. വരും ദിവസങ്ങളിൽ നിരക്ക് വീണ്ടും കുറഞ്ഞേക്കും. $2.25 ലക്ഷം പേർക്ക് ജോലി ലഭിക്കാൻ ദുബൈ എക്സ്പോ 2020 സഹായിക്കുമെന്ന് വേൾഡ് എക്സ്പോ 2020 മാനേജർ. UAEയുടെ പ്രതിശീർഷ വരുമാനത്തിലും വൻ വർധനയുണ്ടാകും. ദില്ലിയെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദി. പുഷ്പവൃഷ്ടിയും വിജയാഘോഷവുമായി അണികൾ മോദിയെ വരവേറ്റു. മന്ത്രിസഭാ രൂപീകരണ ചർച്ച തുടങ്ങി. LK അദ്വാനി ലോക്സഭാ സ്പീക്കറായേക്കും. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജിവെച്ചു. തന്റെ ജീവിതം തുറന്ന പുസ്തകമെന്നും പുതിയ സർക്കാരിന് ഭാവുകങ്ങൾ നേരുന്നുവെന്നും മൻമോഹൻ സിംഗ്. കോൺഗ്രസിന്റെ നേതൃപദവിയൊഴിയാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തയ്യാറെടുക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ KP ധനപാലന്റെ രൂക്ഷ വിമർശനം. ചാലക്കുടിയിൽ നിന്നും മാറ്റരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും നേതൃത്വം കേട്ടില്ലെന്ന് ധനപാലന് മറുപടി പറയില്ലെന്ന് PC ചാക്കോ. വാർത്തകളിലേക്ക് വിശദമായി. കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ അടുത്ത മന്ത്രിസഭയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന ചർച്ചയും സജീവമായി. LK അദ്വാനിക്ക് ലോക്സഭാ സ്പീക്കർ സ്ഥാനം നൽകാനാണ് ആലോചന. ഇതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാക്കളെല്ലാം മന്ത്രിസഭയിൽ ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ചരിത്ര വിജയം നൽകുന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ കരുത്തുറ്റ മന്ത്രിസഭ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് BJP നീക്കം നടത്തുന്നതെന്നാണ് സൂചന. ഇതനുസരിച്ച് സുഷമ സ്വരാജ്, രാജ്നാഥ് സിംഗ്, രവിശങ്കർ പ്രസാദ്, അമിത്ഷാ, അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയവരെല്ലാം മന്ത്രിസഭയിലുണ്ടാകും. നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കറാകാൻ LK അദ്വാനി തയ്യാറായിട്ടുണ്ടെന്നാണ് സൂചന. ഇങ്ങനെയെങ്കിൽ രാജ്നാഥ് സിംഗ് ആയിരിക്കും ആഭ്യന്തരമന്ത്രി. സുഷമ സ്വരാജിന് വിദേശകാര്യ വകുപ്പോ പ്രതിരോധ വകുപ്പോ ലഭിച്ചേക്കും. സുഷമയ്ക്ക് പ്രതിരോധം നൽകിയാൽ രവിശങ്കർ പ്രസാദ് ആയിരിക്കും അടുത്ത വിദേശകാര്യമന്ത്രി. അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല നൽകാനാണ് ആലോചന. വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയ്ക്ക് അതേ പദവി നൽകിയേക്കും. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. അമൃത്സറിൽ പരാജയപ്പെട്ടെങ്കിലും അരുൺ ജെയ്റ്റ്ലിക്കും മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകും. അമേഠിയിൽ തോറ്റ പാർട്ടി വൈസ് പ്രസിഡന്റ് സ്മൃതി ഇറാനിക്കും മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പാണ്. നിതിൻ ഗഡ്കരി, വരുൺ ഗാന്ധി എന്നിവരും സഖ്യകക്ഷി നേതാക്കളായ രാംവിലാസ് പാസ്വാൻ, നരേഷ് ഗുജ്റാൾ തുടങ്ങിയവരും മന്ത്രിസഭയിലെത്തും. കേരളത്തിൽ നിന്നും ഇത്തവണ ആരും മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ നൽകാവുന്ന സൂചന. ന്യൂസ് ഡെസ്ക് NTV. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാർട്ടി നേതൃസ്ഥാനങ്ങൾ ഒഴിയാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തയ്യാറെടുക്കുന്നു. തിങ്കളാഴ്ച ചേരുന്ന പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിൽ രാജിസന്നദ്ധത ഇരുവരും അറിയിക്കും. പ്രിയങ്ക ഗാന്ധിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റിലേക്കൊതുങ്ങിയ ദയനീയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഉപാധ്യക്ഷനും മകനുമായ രാഹുൽ ഗാന്ധിയും രാജിക്ക് ഒരുങ്ങുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ദുരന്തം സമീപകാലത്തൊന്നും കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ സഹപ്രവർത്തകർക്കും അണികൾക്കും ആത്മവിശ്വാസം പകരാൻ പുതിയ നേതൃത്വമാണ് വേണ്ടതെന്നാണ് ഇരുവരുടെയും കണക്കുകൂട്ടൽ. തിങ്കളാഴ്ചത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ രാജി തീരുമാനം പ്രഖ്യാപിച്ചേക്കും. എന്നാൽ ഇതൊരു സമ്മർദ്ദതന്ത്രമാണെന്നും നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും തൽസ്ഥാനങ്ങളിൽ തുടരുമെന്നും കരുതുന്നവർ ഏറെയാണ്. രാഹുൽ ഗാന്ധിയെ പാർട്ടി ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റി പ്രിയങ്ക ഗാന്ധിയെ ഉപാധ്യക്ഷയാക്കണമെന്ന നിർദ്ദേശവും ശക്തമാണ്. ഇങ്ങനെയെങ്കിൽ രാഹുലായിരിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. നരേന്ദ്രമോദിക്ക് അവസാന ദിവസങ്ങളിലെങ്കിലും മറുപടി നൽകാൻ കഴിഞ്ഞത് പ്രിയങ്കയ്ക്ക് മാത്രമാണെന്നും പ്രിയങ്കയെ UPA കൺവീനർ ആക്കണമെന്നും വാദിക്കുന്നവരുമുണ്ട്. പ്രിയങ്കയ്ക്ക് സംഘടനാ ചുമതല നൽകി അണികൾക്ക് പുതിയ പ്രതീക്ഷ നൽകണമെന്ന് വാദിക്കുന്നവരും കോൺഗ്രസിൽ ഏറെയാണ്. എന്തായാലും ഗാന്ധി കുടുംബത്തിൽ നിന്നും കോൺഗ്രസിന്റെ ചുമതല മാറാനുള്ള സാധ്യത കുറവാണ്. തിങ്കളാഴ്ച ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക. ന്യൂസ് ഡെസ്ക് NTV. 16ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ലെന്ന് സൂചന. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ നിന്നും മാറാൻ ആലോചിക്കുന്നത് ഇതുകൂടി പരിഗണിച്ചെന്നാണെന്നും സൂചനയുണ്ട്.
ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 10-1 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടിയെ മുഖ്യ പ്രതിപക്ഷമായി അംഗീകരിക്കൂ എന്നാണ് വ്യവസ്ഥയെന്ന് ഭരണഘടനാ വിദഗ്ധർ പറയുന്നു. 543 സീറ്റുകളുള്ള സഭയിൽ ഇതനുസരിച്ച് 54 സീറ്റെങ്കിലും ഉള്ള പാർട്ടിയെ മാത്രമേ പ്രതിപക്ഷമായി അംഗീകരിക്കാനാകൂ. എന്നാൽ കോൺഗ്രസിനുള്ളത് 44 സീറ്റുകൾ മാത്രമാണ്. മൊത്തം സീറ്റിന്റെ 10-1 ലഭിക്കാതിരുന്നാൽ കോൺഗ്രസിന് പ്രതിപക്ഷ പാർട്ടി സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും അവകാശപ്പെടാനാകില്ല. ഇങ്ങനെയെങ്കിൽ സഭയിൽ പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും മാത്രമേ ഉണ്ടാകൂ. പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല. മൂന്നാമത്തെ വലിയ കക്ഷിയായ ജയലളിതയ്ക്ക് 37 സീറ്റാണ് ലഭിച്ചത്. ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. പ്രതിപക്ഷ നേതാവില്ലാതെ വരിക കോൺഗ്രസിനും നാണക്കേടാണ്. ഇത് എങ്ങനെ പരിഹരിക്കാനാകും എന്ന ചർച്ചയും പാർട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. കേന്ദ്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത അവസ്ഥ വരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. ഇത് എത്രത്തോളം പാർലമെന്റിന്റെ നടപടികളെ ബാധിക്കും? അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം വളരെ ശക്തി കുറഞ്ഞതാകുമോ 16-ാം ലോക്സഭയിൽ എന്ന് പ്രൈം ടൈം പരിശോധിക്കുന്നു. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പാർട്ടി പ്രസിഡന്റ് സ്ഥാനവും ഉപാധ്യക്ഷ സ്ഥാനവും രാജിവെക്കുക, ഇങ്ങനെയുള്ള നീക്കങ്ങൾ കൊണ്ട് കോൺഗ്രസിന് ഒരു പുനർജനി നൽകാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഈ കേരളത്തിൽ നിന്നും ശ്രീ ജയശങ്കർ, പ്രമുഖ രാഷ്ട്രീയ നിരൂപകൻ, PV തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഗോപി കൃഷ്ണൻ ദ പയനീറിന്റെ ദിലീപ് ബ്യൂറോ ചീഫ്, ബഗീഷ് ദുബൈയിൽ നിന്നും ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ പ്രതിനിധി. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ശ്രീ NR മായിൻ, കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം ഇടതുപക്ഷ നിരീക്ഷകൻ വാഹിദ് നാട്ടിക, ഇവർ രണ്ടുപേരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ ഉണ്ട്. ശ്രീ NR മായിൻ, ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പാർട്ടി അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിന്നും ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാൻ ആലോചിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അതിനൊരു സാധ്യത ഉണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് പുതിയൊരു പ്രതീക്ഷ അണികൾക്ക് നൽകാൻ കഴിയുമോ? ഇല്ല, തോൽവിയുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ അധ്യക്ഷയും അതുപോലെ തന്നെ ഉപാധ്യക്ഷനും ഏറ്റെടുത്തു കഴിഞ്ഞു. അത് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പാർട്ടിക്കുണ്ടായ ഇത്ര വലിയ കനത്ത പരാജയം, ഈ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പാർട്ടിക്കകത്ത് വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇവരുടെ രാജിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ചർച്ച ചെയ്യപ്പെടേണ്ടതുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയത്തെ പറ്റിയാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതൊരു വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പരാജയത്തെ ഏതൊക്കെ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടിയെ ഏതൊക്കെ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമോ? പണ്ട് ഇന്ദിരാഗാന്ധിയുടെ അറസ്റ്റ് ചെയ്ത ആ കാലഘട്ടം, അന്ന് കോൺഗ്രസ് പിളർന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, അത്രയധികം പ്രശ്നം രൂക്ഷമായ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് കോൺഗ്രസ് പാർട്ടിയാണ്, മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ അങ്ങനെ ആർക്കും എഴുതിത്തള്ളാൻ സാധിക്കില്ല. ഈ പ്രസ്ഥാനം ഇതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തന്നെ സംശയമില്ല. ശരി, തിരിച്ചു വരും, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വാഹിദ് നാട്ടിക, ഇവിടെ ഇപ്പോൾ ഒരു തല മാറ്റി വെച്ചുകൊണ്ട് ഒരു പരിഹാരമുണ്ടായാൽ അത് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പരിഹാരക്രിയ, അത് എത്രത്തോളം പോസിബിൾ ആകും? ഒരു കോൺഗ്രസിനെ പോലുള്ള ഒരു കേഡർ പാർട്ടിയെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റുക, എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ചെയ്താൽ തൊലിപ്പുറത്തുള്ളൊരു ചികിത്സ മതിയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്? കോൺഗ്രസ് ആഴത്തിലുള്ള പഠനം അത്യാവശ്യമാണ്. കാരണം 1984 ശേഷം ഒറ്റക്കക്ഷി ഭൂരിപക്ഷം 282 സീറ്റുമായി BJP ഒറ്റക്കക്ഷിയായിട്ട് അധികാരത്തിൽ വരികയാണ്. ഇതിനു മുമ്പും ഇതുപോലെ തന്നെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. 1984 414 സീറ്റ്, 533 പാർലമെന്റിൽ 414 സീറ്റുമായിട്ടാണ് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത്. രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത് ഏറ്റവും മൃഗീയ ഭൂരിപക്ഷമാണ്. ഇന്ത്യ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. എന്നാൽ 5 വർഷം കൊണ്ട് ആ സർക്കാർ താഴെ വീണു എന്നുള്ളതാണ്. അതായത് പരമ്പരാഗതമായി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ പോലും തകർത്തുകൊണ്ടുള്ള ഒരു 89 പുതിയൊരു പരീക്ഷണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനർത്ഥം ഇന്ത്യൻ ജനാധിപത്യം വളരെ വിശാലമാണ്. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വലിയ അപകടം തോന്നിയത് നരേന്ദ്രമോദിയുടെ ഭാഷയാണ്.
നരേന്ദ്രമോദി വന്ന പാടെ തന്നെ പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുക എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ഔദ്യോഗിക തലത്തിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. AK അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, AK ബഹുമാനിച്ചിരുന്നു. ആ ഒരു ജനാധിപത്യ മര്യാദ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ദൗർഭാഗ്യവശാൽ നരേന്ദ്രമോദിക്ക് ഇല്ലാതെ പോയതാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന പ്രതിപക്ഷത്തെ കളിയാക്കാൻ, ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ അവർക്ക് മുന്നണി ഉണ്ടാക്കേണ്ട അവസ്ഥയിലാണ് എന്ന രീതിയിൽ പരിഹസിക്കുകയാണ് ചെയ്തത്. മറിച്ച് പ്രതിപക്ഷം ഇല്ലാതാകുന്ന അവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അപകടമാണ്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷമായി ശക്തമായി, അത് 44 അംഗമുള്ള കോൺഗ്രസ് ആണെങ്കിലും മറ്റു വളരെ ചെറിയ കക്ഷികളാണെങ്കിലും, ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇന്ത്യയെ ഹിറ്റ്ലറെ പോലെ ഭരിക്കാം എന്നുള്ളത് മൂഢ സ്വപ്നമാണ്. ഞാൻ പറയാം, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മളോടൊപ്പം കേരളത്തിൽ നിന്നും ചേരുകയാണ്. ശ്രീ ജയശങ്കർ, ഇവിടെ ഇപ്പോൾ ഭരണപക്ഷത്തിനല്ല ഒരു സഖ്യം വേണ്ടത്, പ്രതിപക്ഷത്തിനാണ്. പാർലമെന്റിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഒരു സഖ്യമുണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ 10% കുറവ് സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം, നേതാവ് എന്ന് പറയുന്ന പദവി ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയം ഇനി പരിഹരിക്കാൻ സാധ്യത? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ ഈ 16ാം ലോക്സഭയിൽ പാർലമെന്റിൽ ഉണ്ടാകാനിടയുണ്ടോ? ഹലോ ശ്രീ ജയശങ്കർ, കേൾക്കാമോ? ഹലോ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയശങ്കർ, എന്തോ ഫോണിനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. NR മൈൻ, ഒരു പ്രതിപക്ഷം ഇപ്പോൾ 44 സീറ്റ് നിങ്ങൾക്ക്, ആകെ UPAക്ക് 59 സീറ്റ്. ഈ 59 സീറ്റുമായി നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UPA പ്രതിപക്ഷത്ത് മറ്റു കക്ഷികളും എല്ലാം ഉണ്ട്. ഒരു സർക്കാരിന്റെ നയങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക, തെറ്റായ നയങ്ങളെ? ഈ രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടി 2 സീറ്റിൽ പാർലമെന്റിൽ ഇരുന്ന ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് കോർപ്പറേറ്റ്സുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും സൃഷ്ടിച്ചെടുത്ത ഒരു ബലൂണാണ്. അത് സത്യസന്ധമായി തന്നെ അംഗീകരിക്കണം. അഡ്വക്കേറ്റ് ജയശങ്കർ വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജയശങ്കർ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ 16ാം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ശ്രീ ജയശങ്കർ? ഭരണഘടനയിൽ പ്രത്യേകിച്ച് പത്മതിനെ കുറിച്ചല്ലാതെ നമുക്കറിയാം, ആദ്യം സഖാബി AK പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ആലങ്കാരികമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവി കത്തിച്ചു കൊടുക്കുന്നില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നുകൊണ്ട് അതിന്റെ നേതാവ് സഖാബി AK ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അനൗപചാരികമായിട്ട് അങ്ങനെ ഒരു സ്ഥാനം പേര് കൊടുത്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ 1977 ഔപചാരികമായി ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ പദവി കൽപ്പിച്ച് കൊടുക്കുകയുണ്ടായി. കേരളത്തിലോട്ട് അന്നാണ് ആദ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായത്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ EMS നമ്പൂതിരിപ്പാടായിരുന്നു. അതുപോലെ കേന്ദ്രത്തിൽ ശ്രീ YB ചവാനുമായിരുന്നു. മൊറാർജി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായ YB ചവാനായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ. അന്ന് ഇന്ദിരാഗാന്ധി തോറ്റുപോയി എന്നുള്ളത് പറഞ്ഞു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സ്ഥാനം സൃഷ്ടിച്ചു കൊടുത്ത്. അത് മാത്രമല്ല, ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ പദവി പ്രതിപക്ഷ നേതാവിന് കൊടുത്തത്. അദ്ദേഹത്തിന് കാറ്, പേഴ്സണൽ സ്റ്റാഫ്, മറ്റ് ഔദ്യോഗിക വസതി, മറ്റ് സംവിധാനങ്ങളൊക്കെ കൊടുത്തു. EMS നമ്പൂതിരിപ്പാട് അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. കാരണം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ഞാൻ ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ അനുഭവിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ EMSന്റെ പിന്നാലെ കോൺഗ്രസ് പാർട്ടി കിളർന്നു. അപ്പോൾ കോൺഗ്രസ് ഉണ്ടായി. K കരുണാകരനായിരുന്നു അവരുടെ നേതാവ്. ഒരു ഘട്ടത്തിൽ ഈ നമ്മുടെ ആന്റണിയുടെ കോൺഗ്രസിൽ നിന്ന് ആളുകൾ കാറി മാറി. രണ്ടില ബാലകൃഷ്ണനുള്ള AR AN ജേക്കബ്, K ശങ്കരനാരായണൻ, KK ബാലകൃഷ്ണനൊക്കെ മാറി കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടികളിലേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കോൺഗ്രസ് സൈഡിലായി. അന്ന് ശ്രീ K കരുണാകരൻ ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തെത്തി. അതിനിടയ്ക്ക് കരുണാകരൻ രാജിവെച്ചു. കരുണാകരൻ രാജ്യം കേസിനെ തുടർന്ന് രാജിവെച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, പിന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതൃ സ്ഥാനം ഉണ്ടാക്കിയ കരുണാകരൻ തന്നെ പ്രതിപക്ഷ നേതാവായി. അതേ അസംബ്ലിയിൽ
അപ്പോൾ കരുണാകരൻ ഈ സൗജന്യങ്ങളെല്ലാം സ്വീകരിക്കും. പിന്നെ കരുണാകരന് ശേഷം വന്ന എല്ലാ ആളുകളും ഇത് ആനുകൂല്യങ്ങൾ സ്വീകരിക്കും. അപ്പൊ EMS ഒരാൾ മാത്രമേ വേണ്ടെന്ന് പറഞ്ഞത്, ബാക്കി എല്ലാവരും ഈ കെ നായനാരും കെ കരുണാകരനും അടക്കം പല ആളുകളും അച്യുതാനന്ദനും അടക്കം എല്ലാവരും ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അച്യുതാനന്ദൻ ക്ലിഫ് ഹൗസിൽ താമസിക്കും, പ്രതിപക്ഷങ്ങളാകുമ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ താമസിക്കും. അതാണല്ലോ നമ്മുടെ നാട്ടിലെ നടപടികൾ. ഇതാണ് ഇതിന്റെ സംഗതി. അപ്പൊ അത് അന്ന് വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ മിനിമം 10% മെമ്പർമാരെങ്കിലും ഉള്ള പാർട്ടിക്ക് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാവൂ എന്ന രീതിയിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടത് ഭരണഘടനാപരമായ വ്യവസ്ഥയല്ല, ഒരു ചട്ടം മാത്രമാണ്. ആ ചട്ടം വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഇന്ത്യൻ പാർലമെന്റിൽ 543 അംഗങ്ങളാണുള്ളത് ലോക്സഭ. അപ്പൊ അതിന്റെ 10% എന്ന് വെച്ചാൽ 554 അല്ലെങ്കിൽ 55 മെമ്പർമാർ വേണം. ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ 48 മെമ്പർമാരേ ഉള്ളൂ. അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് ഈ പ്രതിപക്ഷ നേതാവിന്റെ പദവി ഔപചാരികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നേതാവ് പ്രധാന പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. അതിന്റെ ഫ്ലോറിലെ ലീഡർ അതാരെന്ന് വെച്ചാൽ ആ വ്യക്തിയായിരിക്കും. ഇതിലൊരു വിഷയം, ഇക്കാര്യത്തിൽ ശ്രീ ജയശങ്കർ ഒന്ന് വേണമെങ്കിൽ സ്പീക്കർക്കോ അല്ലെങ്കിൽ സ്പീക്കർക്ക് ഒരു തീരുമാനം എടുക്കാം അല്ലെ, ലോക്സഭ ഒരു നേതാവ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് പദവി നൽകാം. സ്പീക്കർക്ക് അധികാരമില്ല. കാരണം സ്പീക്കർ എന്ന് വെച്ചാൽ സഭയിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുള്ള ചുമതല മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പ്രതിപക്ഷ സ്പീക്കർക്ക് ഔപചാരികമായിട്ട് സർക്കാരിന് വേണമെങ്കിൽ ചട്ടത്തിൽ ഇളവാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. 1984 ശ്രീ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് വലിയ സഹതാപ തരംഗം രാജ്യത്തുണ്ടാവുകയും പ്രതിപക്ഷത്തിന്റെ പ്രധാന നേതാക്കളൊക്കെ തോറ്റുപോയി ചെയ്ത തെരഞ്ഞെടുപ്പാണ്. അന്നാണ് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ഗ്വാളിയോർ മണ്ഡലത്തിന്റെ 2.5 ലക്ഷം വോട്ടിന് തോറ്റു. മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയ തിരിച്ചടിയുണ്ട്. അന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടി ലോക്സഭയിൽ തെലുങ്ക് ദേശവും അതുപോലെ DMK വരുന്നു. DMK ആയിരുന്നു കൂടുതൽ MP പറഞ്ഞത്. പക്ഷെ അവർക്ക് പോലും ഈ നിശ്ചിത 10% ഇല്ലായിരുന്നു. അതുകൊണ്ട് ഔപചാരികമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു നേതൃസ്ഥാനത്ത് ഇല്ല എങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഏകീകരണം നടക്കുമോ? എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രവർത്തനം? പ്രതിപക്ഷത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഓരോ പാർട്ടിക്കും ഓരോ നേതാവായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. പ്രതിപക്ഷത്തിന്റെ ഒരു ഏകാഭിപ്രായം സഭയിൽ ഉന്നയിക്കാനുള്ള അവസരം അതൊക്കെ ദുർബലമായി പോകില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ തന്നെ പ്രതിപക്ഷം ഏകീകൃതമായിട്ടല്ലല്ലോ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ തത്വത്തിനനുസരിച്ചും BJP അവരുടേതായ നയപരിപാടികൾക്കനുസരിച്ചും പ്രവർത്തിക്കും. ഇപ്പൊ വളരെ അടുത്ത കാലത്ത് കർണാടകത്തിൽ ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാല്, കർണാടകത്തിൽ ജനതാദൾ എസിനും നമ്മുടെ ദേവഗൌഡയുടെ പാർട്ടിക്കും BJPക്കും തുല്യ സംഖ്യയായിരുന്നു. 40 പേർ വീതമായിരുന്നു. അപ്പോൾ കുമാരസ്വാമി ആണോ പ്രതിപക്ഷ നേതാവ് അതോ BJP നേതാവ് മറ്റേ ഷെട്ടാറാണോ എന്ന കാര്യത്തെ കുറിച്ച് സംശയമുണ്ടായി. അത് രണ്ടുപേർ അപ്പോ പ്രതിപക്ഷ ഒരേ സമയത്ത് 2 പേർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇന്റേണലായിട്ട് അവിടെ നടത്തിയ ഒരു അറേഞ്ച്മെന്റ് കൂടുതൽ വോട്ട് പെർസെന്റേജ് കിട്ടിയത് ഏത് പാർട്ടിക്കാണ്? അപ്പൊ ജനതാദൾ. അതുകൊണ്ട് ശ്രീ കുമാരസ്വാമിയെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കും. പക്ഷെ പിന്നീട് യെദ്യൂരപ്പയുടെ പാർട്ടി കർണാടക ജനതാ പാർട്ടി BJPയിൽ തിരിച്ച് ലയിച്ചപ്പോൾ അവരുടെ MLA-മാരുടെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ BJP നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് കഴിയുകയാണ്. ഒരു കാര്യം കൂടെ ശ്രീ ജയശങ്കർ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും രണ്ടുപേരും സഭയിൽ ഉണ്ടാകും. വൈസ് പ്രസിഡന്റിനാണ് ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പദവി നൽകാമെന്ന് മോദിയുടെ സർക്കാർ തീരുമാനിക്കുകയും അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത കോൺഗ്രസിന് അത്രത്തോളം ആത്മവിശ്വാസം ഇല്ല. ഇനി അങ്ങനെ വന്നാൽ പോലും രാഹുൽ ഗാന്ധിക്ക് ഒരു നല്ല പ്രതിപക്ഷ നേതാവിന്റെ ക്വാളിറ്റി സഭയിൽ എല്ലാ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ, സർക്കാരിന്റെ നയങ്ങൾക്ക് തെറ്റായ നയങ്ങളെ പ്രതിരോധിക്കാനൊക്കെ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവായി പെർഫോം ചെയ്യാൻ കഴിയുമോ രാഹുൽ ഗാന്ധിക്ക്? ഇതുവരെ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഭരണഘടനാപരവും നിയമപരവുമായിരുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ്. സത്യം പറയട്ടെ, രാഹുൽ ഗാന്ധിയോട് വലിയ സ്നേഹവായ്പുള്ള ഒരാളാണ് ഞാൻ. എങ്കിലും അദ്ദേഹം മറ്റേത് ജോലിക്ക് യോഗ്യനാണെങ്കിലും പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എന്റെ അഭിപ്രായം. യോഗ്യത എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഈ
കോൺഗ്രസിലെ മെമ്പർമാരെല്ലാവരും ചേർത്ത് അദ്ദേഹത്തെ പാർട്ടി ലീഡറായിട്ട് തെരഞ്ഞെടുത്താൽ സ്പീക്കർക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചേ മതിയാവും. നമ്മൾ ഔപചാരികമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നതും പ്രതിപക്ഷ നേതാവിന്റെ ജോലികൾ ചെയ്യുന്നതും രണ്ടാണ്. സത്യത്തിൽ പ്രധാനമന്ത്രിയുടേത് പോലെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. കാരണം പാർലമെന്റിൽ എല്ലാ ദിവസവും വരണം, അവിടെ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കണം, ആവശ്യമുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉന്നയിക്കണം, മെമ്പർമാരെ കൂട്ടി ഇറങ്ങിപ്പോകേണ്ടപ്പോൾ ഇറങ്ങിപ്പോകണം, ചട്ടങ്ങൾ പഠിക്കണം, അതുപോലെ അടിസ്ഥാന അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. ഇതൊക്കെ നല്ല പ്രായോഗിക പരിചയമുള്ളവർക്കെ പറ്റിയുള്ളൂ. അച്യുതാനന്ദൻ തന്നെ ഞാൻ പറയാം, അച്യുതാനന്ദനോട് വലിയ ബഹുമാനമുള്ള ആളാണ്. ശ്രീ അച്യുതാനന്ദൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായത് കരുണാകരന്റെ 91 മന്ത്രിസഭ ഇരിക്കുന്ന സമയത്താണ്. അന്ന് ആദ്യം ശ്രീ നയനാരായിരുന്നു പ്രതിപക്ഷ നേതാവ്. പിന്നീട് CPM-ന്റെ സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അച്യുതാനന്ദനെതിരായിട്ട് നയനാര് മത്സരിക്കുകയും 2 വോട്ടിന് അച്യുതാനന്ദനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നയനാർ സെക്രട്ടറി ആയിട്ട് പോയപ്പോൾ ആ ഒരു സമാശ്വാസ സമ്മാനം എന്ന നിലയ്ക്ക് അച്യുതാനന്ദന്റെ പ്രതിപക്ഷ നേതാവായി. പക്ഷെ ശ്രീ അച്യുതാനന്ദന് പാർലമെന്ററി എക്സ്പീരിയൻസ് വളരെ കുറവായിരുന്നു. അദ്ദേഹം മുമ്പ് MLA ആയിരുന്നിട്ടായിരുന്നു, ആ തവണയും MLA ആയിരുന്നു. എങ്കിലും അദ്ദേഹം നിയമസഭയിൽ അങ്ങനെ വന്നിരുന്നില്ല. അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ ശ്രീ കരുണാകരനെ പോലെ പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയാണെന്ന് കൂടി ആലോചിക്കണം. ഈ വക എല്ലാ കാര്യങ്ങളും വളരെ പരിചയവും പാണ്ഡിത്യവും ഉള്ള കരുണാകരൻ, അല്ലെങ്കിൽ വളരെ സൂത്രശാലിയായ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവ് വേണം. പക്ഷെ ശ്രീ അച്യുതാനന്ദന് തീരെയും പരിചയമില്ലായിരുന്നു, പ്രാഗൽഭ്യവുമില്ലായിരുന്നു. അദ്ദേഹം ആകെ വിഷമിച്ചു പോയി. അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നത് പ്രഗത്ഭനായ ബേബി ജോൺ ആയിരുന്നു. ബേബി ജോൺ, PS ശ്രീനിവാസൻ, S ശരീരനായ ശ്രീ CK ചന്ദ്രപ്പനുമായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിന്റെ യഥാർത്ഥ ചുമതലകൾ നിർവഹിച്ചിരുന്നു. കാരണം അച്യുതാനന്ദന് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പിന്നീട് അച്യുതാനന്ദൻ ഈ രംഗത്ത് പയറ്റി തെളിയുകയും കേരളം കണ്ടതിൽ എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവായിട്ട് പേരെടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. യെസ്, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചതിൽ. ഇതാണ് ശ്രീ NR മായൻ. ജയശങ്കർ പറയുന്നത് പോലെ 2 കാര്യങ്ങൾ ഇനി ഒരു കാര്യം പ്രധാനമായും ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ വേണോ എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ തീരുമാനിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനി സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം പോലും ലഭിക്കുകയുള്ളൂ. മോദി കനിയണം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്നതല്ല ഏറ്റവും പ്രധാന പ്രശ്നം. പാർട്ടിയെ ശക്തിപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ഇന്ത്യൻ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ ബാധ്യതയാണ് ബഹുമാന്യനായ ഇന്നത്തെ അധ്യക്ഷ സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുമുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിലാണ് വ്യക്തമായ തീരുമാനങ്ങളുമായി നയപരിപാടികളുമായി പാർട്ടി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, വളർത്തിയെടുക്കാം. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസ് പാർട്ടി പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വത്തിന് ശക്തിപ്പെടുത്തുന്ന ഒരു സംവിധാനം. ആ സംവിധാനമാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അല്ല, അത് കുറെ കാലമായി കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമാണ് 44 സീറ്റ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത് കോർപ്പറേറ്റ്സുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളുമാ. അവരൊക്കെ തന്നെ അന്ധമായി കോൺഗ്രസ് വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തെ തകർത്തെറിയുന്ന രീതിയിൽ ഹിറ്റ്ലർ ആരായിരുന്നു? അതൊക്കെ തന്നെ ആയിരിക്കും ശ്രീ വാഹിദ് നാട്ടിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം വളരെ കുറവ്, കാരണം നിങ്ങളുടെ കയ്യിലുള്ള സീറ്റുകൾ കുറവ്, അതോടൊപ്പം തന്നെ 44 സീറ്റേ ആകെ രാജ്യം ഭരിച്ച കോൺഗ്രസിനുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഒരു ഏക പൊതുവായ ഒരു പ്ലാറ്റ്ഫോം, അതിനെക്കുറിച്ച് പ്രതിപക്ഷം ആലോചിക്കേണ്ടേ? കാരണം 288 സീറ്റ് ഒറ്റയ്ക്ക് BJPക്കുണ്ട്. ഏത് നയവും നടപ്പാക്കാൻ NDAയിലെ ഒരു കക്ഷിയുടെയും പിന്തുണ വേണ്ട. അത് ഏകീകൃത സിവിൽ കോഡാണെങ്കിലും ഇനി മറ്റേതെങ്കിലും ഒരു നയമാണെങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായി തന്നെ നടപ്പാക്കാൻ രാജ്യസഭയിൽ ഉണ്ടാക്കിയെടുക്കണം. ശരി, അപ്പോൾ അവിടെ കൃത്യമായി തന്നെ അവർക്ക് സ്വന്തം നയം നടപ്പാക്കാൻ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷം കുറെ കൂടി വിജിലന്റ് ആവണ്ടേ? വളരെ ദുർബലമാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോം വേണ്ടേ?
5000 വർഷം പഴക്കമുള്ള സംസ്കാരമാണ് ഇന്ത്യയുടേത്. ഒരു 10-60 വർഷത്തോളം പാരമ്പര്യമുള്ള ജനാധിപത്യമാണ് ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു മുഖ്യമന്ത്രി പെട്ടെന്ന് വന്ന് ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ സങ്കല്പങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാമെന്നുള്ളത് ഇന്ത്യ പോലെ ബഹുസ്വരമല്ല. കാരണം ഗുജറാത്ത് പോലെ ചെറിയൊരു സംസ്ഥാനമല്ല ഇന്ത്യ. ബഹുസ്വരതയുള്ള വലിയ വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ രാഷ്ട്രീയ ചിന്താഗതികളുള്ള, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യത്ത് അപ്രായോഗികമാണ്. എന്നാൽ പ്രതിപക്ഷം വളരെ വിജിലൻ്റ് ആയിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ 44 MP-മാരുള്ള കോൺഗ്രസും അതുപോലെ തന്നെയുള്ള വളരെ 34 MP-മാരുള്ള തൃണമൂലും 37 MP-മാരുള്ള AIDMK 12 MP-മാരുള്ള ഇടതുപക്ഷം ഇവരൊക്കെ തന്നെ വളരെ വ്യക്തമായ വിവിധമായ ഉദ്ദേശങ്ങളോടെ വിവിധമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതിൽ AIDMK, തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും പ്രാദേശികമായി യാതൊരു ദേശീയ ബോധവും ഇല്ലാതെ തികച്ചും തങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ വാഹിദ്. ഇപ്പോൾ PV തോമസ് ദില്ലിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ PV തോമസ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 16ാം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ശ്രീ PV തോമസ്? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് അവർക്ക് കോൺഗ്രസിന് 50 കാരണം 10 കിട്ടുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടായപ്പോലും എങ്ങനെയെങ്കിലും ഔദാര്യം കൊണ്ട് കൊടുത്താൽ പോലും അവർക്ക് അവകാശങ്ങൾ ഉണ്ടാകില്ല. വളരെ മോശമായ അവസ്ഥയാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. പ്രതിപക്ഷമില്ല എന്നുള്ളതാണ്. ഏതായാലും BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ കനിഞ്ഞെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഒരു നേതാവില്ലാതെ ഒരു ആൾക്കൂട്ടം മാത്രമായി പ്രതിപക്ഷം മാറുമോ ഇത്തവണ? ആൾക്കൂട്ടം പോലും ഉണ്ടാകില്ല. വെറുതെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളായിരിക്കും. പക്ഷെ അവർക്ക് ആസൂത്രണം ചെയ്യേണ്ടി വരും. അത് നോക്കിക്കാണേണ്ടി വരും. ഇതുപോലൊരു കഷ്ടാവസ്ഥ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്. ഇതുപോലെ പരാജയപ്പെട്ടു ഒരു തുന്നം പാടുക എന്നൊക്കെ നാട്ടിൽ പറയാറില്ല. ഇപ്പോഴുള്ള അതാണ് സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ. ശ്രീ PV തോമസ്, ഇതിനു മുൻപും താങ്കൾക്ക് അറിയാവുന്നത് പോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലും 400-ലധികം സീറ്റ് കോൺഗ്രസ് നേടി. 84-ൽ അന്ന് TDP ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നത്. TDP നേതാവായിരുന്നു ഉപേന്ദ്ര. എന്നിട്ട് അതിനുശേഷവും പ്രതിപക്ഷം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. വലിയ ശക്തിയോടുകൂടി പ്രതിപക്ഷം വന്നു. പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ ഭരണത്തിൽ വന്നു, എല്ലാം ചെയ്തു. അപ്പോൾ കോൺഗ്രസ് അടുക്കും ചിട്ടയും തന്ത്രവും ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ ഈ BJPയുടെ ഇപ്പോഴത്തെ ഇത്രയും വലിയൊരു വിജയം എന്ന് അതിൻ്റെയൊക്കെ പ്രഭയൊക്കെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന് കഴിയും. സ്വാഭാവികമായി തന്നെ പ്രതിപക്ഷത്തിന് ഇരുന്ന് ചിട്ടയോടുകൂടി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇത്തവണ? അതായത് കാര്യമൊന്നുമില്ല. ഇവരുടെ മാന്യത്തിൽ പോയി. ഇവർക്ക് മാന്യത്തിട്ടില്ല. ഇവർ മാന്യത്തിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും പ്രവർത്തിക്കേണ്ടിയിരിക്കും. ഇവർക്ക് ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു കിട്ടണം. ആർക്ക് സാധിക്കും? രാഹുൽ ഗാന്ധിക്ക് പറ്റും. വിശ്വാസം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. അത് അല്ലെങ്കിൽ പിന്നെ സോണിയാഗാന്ധി പിന്നെ പ്രിയങ്കാന്തി കൊണ്ടുവരുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ തൽക്കാലം. ഇപ്പോൾ കേൾക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരിക, അതായത് സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ മറ്റൊരാൾ അധ്യക്ഷ സ്ഥാനം എടുക്കുക, അല്ലെങ്കിൽ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരുക. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധിയെ മാറ്റുക, രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം നൽകുക, പ്രിയങ്ക ഗാന്ധിയെ എന്നിട്ട് വൈസ് പ്രസിഡന്റ് ആക്കുക. ഇങ്ങനെ പ്രിയങ്കയെ കൊണ്ടുവന്ന് അണികൾക്കും നേതാക്കൾക്കും പുതിയൊരു ഊർജം നൽകാനുള്ള നീക്കം കോൺഗ്രസിൽ ഉണ്ടോ? ഇനി പ്രിയങ്കയെ കൊണ്ടുവന്നാൽ അത് സാധ്യമാണ്? എനിക്ക് ആരും സംശയമില്ല. അത് നടക്കില്ല. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. സോണിയാഗാന്ധി അങ്ങനെയൊന്നും പ്രിയങ്കാന്തിയും വരാൻ പോകുന്നില്ല. ഇത് രാഹുൽ ഗാന്ധി തന്നെ അവരെ സമ്മതിക്കായിരിക്കും. അതതിന്റെ ബുദ്ധിയും അത് തന്നെയായിരിക്കും. ഏതായാലും കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്.
അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചത്. ഇവർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? ഇവര് സോണിയാഗാന്ധിയിലോ രാഹുൽ ഗാന്ധിയോ ഒന്നുമല്ല, ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എവരുണ്ടായിരുന്നു? ആരും ക്യാമ്പയിൻകാരും ഉണ്ടായിരുന്നില്ല. ചിദംബരത്തെ പോലുള്ള ആൾക്കാരൊക്കെ 10 വർഷം ഈ അധികാരത്തിന്റെ എല്ലാം അനുഭവിച്ച ആള് അവസാനം എഴുതാനും വായിക്കാനുണ്ടെന്നും പറഞ്ഞൊക്കെ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ ദയവായി ഒന്നും തുടരുക ശ്രീ പി വി തോമസ്. ഇതാണ് NR മായൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിന് പറ്റിയത് എടുത്തു കാണിക്കാവുന്ന നേതാവ് ഉണ്ടായില്ല. നല്ലൊരു നേതാവ് എന്ന് പറഞ്ഞ് അംഗം നയിക്കാൻ ഒരു ശക്തനായ തേരാളി ഉണ്ടായില്ല നിങ്ങൾക്ക്. അവിടെയാണ് പരാജയപ്പെട്ടത്, പതറി തകർന്നു പോയത്. പരാജയം സംഭവിക്കുമ്പോൾ ആ പരാജയപ്പെട്ട കക്ഷികളുടെ മേലെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവർ തിരിച്ചു വരില്ല എന്ന് പ്രവചിക്കുന്ന ഒരു രീതി പണ്ടേ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത്. കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും ഇത്രയധികം ഉന്നം വെച്ചുകൊണ്ട് മോഡിയെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കാലഘട്ടം ഇന്ത്യന്റെ ചരിത്രത്തിലില്ല. അപ്പൊ അത് വളരെ സംഘടിതമായി സംഘപരിവാർ നടത്തിയ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ട്. ജാതിക്കാട് കളിക്കുന്നിടത്ത് ജാതിക്കാട് കളിച്ചു. രാജ്യത്ത് എങ്ങനെയൊക്കെ പാർട്ടി ആളുകളെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്ത ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രം സംസ്ഥാനങ്ങളിലും മതത്തിലും ജാതിയിലും വർഗത്തിലും വർണ്ണത്തിലും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടുപോയൊരു സമീപനമാണ് BJPയും അതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദി. ശ്രീ പി വി തോമസ്, ഇവിടെ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇപ്പോൾ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചതിനൊക്കെ ശേഷം നരേന്ദ്രമോദി പോയത് വാരണാസിയിലേക്കും ഗംഗാ ആരതിക്കുമൊക്കെയാണ്. അപ്പോൾ ഗംഗാ ആരതി ചെയ്യുമ്പോൾ തന്നെ അവിടെ ആളുകൾക്കിടയിൽ ചില സംശയങ്ങൾ ഉണ്ടാകില്ലേ? അവരുടെ ഒരു ആശങ്ക, ഒരു വലിയൊരളവോളം ആളുകളുടെ ആശങ്ക, അത് വീണ്ടും വർദ്ധിപ്പിക്കുന്ന വിധത്തിലല്ല ഇത്തരം പ്രവർത്തികൾ? ഒരു രാഷ്ട്രീയ ഹൈന്ദവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ്, ഞാൻ സംസാരിച്ച എല്ലാ കൂട്ടുകാരും എന്നോട് പറയുന്നത് ഇതാണ്, ഇത് അനുവദിക്കാൻ പാടുള്ള സംഭവമാണ്. നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. രാഷ്ട്രീയവും മതമൊക്കെ വേറെ ആണിക്കും. ഇത് അവിടെ നടക്കുന്ന സംഭവം ഭയങ്കരമായിട്ടൊരു സോഫ്റ്റ് ഹിന്ദുത്വം വന്നിട്ട് വരാൻ പോവുകയാണ്. അതൊന്നും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇപ്പൊ മനസ്സിലാക്കിയിട്ടില്ല, പിന്നീട് നോക്കുക നിങ്ങൾ. അതായത് വളരെ മോശമായിട്ടുള്ള സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നു, ഞാൻ അത് വലിയ അഭിവാദ്യമുള്ള സംഭവമാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, എന്ത് പുരോഗതിയാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റ. ഇതൊരു ചെറിയൊരു വർഗീയത നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ വാരണാസി കാണുന്നു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വളരെയധികം നന്ദി ശ്രീ പി വി തോമസ്, വളരെയധികം നന്ദി. ഇതാണ് വാഹിദ് നാട്ടിക. ഒരു സോഫ്റ്റ് ഹിന്ദുത്വം രാഷ്ട്രീയത്തിൽ സംഭവിക്കാം. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഗംഗാ ആരതിയിലൂടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന പിറ്റേ ദിവസം തന്നെ നാഷണൽ ചാനലുകളെല്ലാം തന്നെ ലൈവായി അദ്ദേഹത്തിൻ്റെ ഗംഗാ ആരതി കാണിക്കുന്ന വലിയ അപകടകരമായ സിമ്പലാണ് കാണിച്ചു തരുന്നത് നമുക്ക്. അതിനപ്പുറം കോൺഗ്രസ് ഇപ്പോഴും ബോധ്യപ്പെടലിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. സത്യത്തിൽ കോൺഗ്രസിൽ ഇവിടെ ഒരു സോണിയാഗാന്ധിയുടെ പരാജയമോ രാഹുൽ ഗാന്ധിയുടെ പരാജയമോ എന്നല്ല. കോൺഗ്രസ് പിന്തുടർന്ന നയങ്ങൾ അമ്പേ പരാജയമായിരുന്നു. എന്തുകൊണ്ട് 1ാം UPA സർക്കാരിന് ജനകീയ പിന്തുണ കിട്ടി? എന്തുകൊണ്ട് 2ാം UPA സർക്കാർ ഇത്രയേറെ ജനങ്ങളിൽ നിന്ന് വെറുക്കപ്പെട്ടു? ഇത് രണ്ടും കോൺട്രഡിക്ഷൻ ആണ്. കാരണം 1ാം UPA സർക്കാർ വരില്ലെന്ന് 1ാം UPA സർക്കാർ വരില്ലെന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു. പക്ഷെ UPA വന്നു. 1ാം UPA സർക്കാർ രൂപീകൃതമായി. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കോമൺ മിനിമം പരിപാടികൾക്കനുസരിച്ച് വളരെ കൃത്യമായ ഒരു ഭരണം ആ സമയത്ത് നടത്തി. എന്നാൽ മൻമോഹൻ സിംഗ്, ഞാൻ തമാശയിലാണെങ്കിലും പറയട്ടെ, മൻമോഹൻ സിംഗ് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തതിനുള്ള പ്രതികാരം കോൺഗ്രസിനോട് ചെയ്തതാണോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ അജണ്ടയായിരുന്നോ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് ഞാൻ തമാശയിലെങ്കിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ രീതിയിൽ കോൺഗ്രസിന് നിലം തൊടാത്ത രീതിയിലേക്ക് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി. ഇനിയെങ്കിലും കോൺഗ്രസ് തിരിച്ചറിയേണ്ടത് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരലല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൃത്യമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൂ. ഇവിടെ നരേന്ദ്രമോദി കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളുടെ നയമാണ്. ആ നയം ജനങ്ങൾക്കെതിരായിരിക്കും. അല്ല, മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഒരു സംശയം പറഞ്ഞത്. മൻമോഹൻ സിംഗ് കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു തന്ത്രം ഉണ്ടായിരുന്നു എന്ന് തമാശയ്ക്ക് പോലും പറയുമ്പോൾ
നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് മൻമോഹൻ സിംഗ് അല്ല നയങ്ങൾ ഉണ്ടാക്കുന്നത്, മൻമോഹൻ സിംഗ് അല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്, പാവ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞു എന്നുള്ളൂ, ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ തകർച്ചയുടെ അഗാധതയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കോൺഗ്രസ് ഇനി ചെയ്യേണ്ടത് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. പാർലമെന്റ് ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലാണ്ട് പാർലമെന്റ് ഒരു അടിസ്ഥാനപരമായ ആ രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ വളരെ വലിയ ക്യാൻവാസിലേക്ക് കാണാൻ കോൺഗ്രസ് തയ്യാറാകണം. നിങ്ങൾ നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആങ്ങളെ മാറ്റി പെങ്ങളെ വെക്കുക, ഇതൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടാനുള്ള പ്ലാറ്റ്ഫോമുകൾ തയ്യാറാക്കണം. ആം ആദ്മി പാർട്ടി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി 4 സീറ്റ് നേടിയിക്കൊണ്ട് വെറും ഒരു വർഷമുള്ള ഒരു പാർട്ടി എങ്ങനെ വന്നു? ഇത് കേവലം കോൺഗ്രസിന് മാത്രമല്ല, ഇടതുപക്ഷത്തിന് മുഴുവൻ പ്രതിപക്ഷത്തിനുമുള്ള പാഠമാണ്. ജനകീയമായ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാൻ ഏത് ജനകീയമായ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാക്കണം. ആം ആദ്മി പാർട്ടി പറഞ്ഞത് പുതിയ വിഷയമൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിന്റെ മുഴുവൻ അർത്ഥത്തിൽ, പക്ഷെ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന രീതി, ആ താത്വിക രീതിയല്ല ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങളിലേക്ക് മാസിൽ ഇറങ്ങിപ്പെടാനുള്ള കൃത്യമായ പോരാട്ടം, അത് ഏത് തരത്തിലും ഒരു തിരിച്ചറിവുണ്ട്. താത്വികമായ രീതിയല്ല ജനങ്ങൾക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിൽ 5, ബംഗാളിൽ 2, ത്രിപുരയിൽ 4 ഒക്കെയായി മാറിയത്. തീർച്ചയായിട്ടും ഞാൻ അതിനെ വളരെ സ്വയം വിമർശകരപരമായി കാണണമെന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പങ്കെടുത്തുള്ള ഒരു ചാനൽ ചർച്ച കണ്ടപ്പോൾ അദ്ദേഹം ഇതിനൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം അത്തരം ഒരു ഇതിൽ പോസിറ്റീവായി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇത്തരം ചർച്ചകൾ വരുമെന്നും, കാരണം ഇത് കേവലം വ്യക്തികളുടെ പ്രശ്നമല്ല, ഇതൊരു പ്രകാശ് കാരാട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നുമല്ല പ്രശ്നം. നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ കോർപ്പറേറ്റുകളുടെ അജണ്ടയാണ്. ഇദ്ദേഹം പറഞ്ഞ വളരെ ശക്തമായ കോർപ്പറേറ്റ് അജണ്ട, 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത കോർപ്പറേറ്റ് അജണ്ട പ്രായോഗിക തലത്തിൽ അവർ വരുത്തിയിരിക്കുകയാണ്. ഇതിനെ നിങ്ങൾ കോർപ്പറേറ്റ് എന്തുകൊണ്ട് തന്നെ എതിർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെടും. ഇതിനെ കോർപ്പറേറ്റ് കൊണ്ട്, മുള്ളിനെ മുള്ളുകൊണ്ടല്ല നേരേണ്ടത്, മുള്ളിനെ സത്യം കൊണ്ടാണ്. കാരണം അദ്ദേഹം വിജയിച്ചിരിക്കുന്ന അസത്യത്തിന്റെ മാർഗത്തിലാണ്. ശരി, ഇടതുപക്ഷം കുറെയൊക്കെ, ഇടതുപക്ഷം CPIM, ഇടതുപക്ഷം എന്ന് പറയണ്ട, CPIM കുറെയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്. താത്വികത പറഞ്ഞിരുന്നാൽ ജനപിന്തുണ ഉണ്ടാകില്ല. 1. 2, ഒരു പ്ലാറ്റ്ഫോമാണ് പാർലമെന്റ്, അല്ലാതെ തമ്മിൽ തല്ലേണ്ട സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യങ്ങളിൽ സഹകരണമാകാം എന്ന്. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ ബഹുമാന്യനായ പ്രകാശ് കാരാട്ടൊക്കെ ചെയ്യുന്നത് കുറച്ചു കാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ നാമാവശേഷമാക്കുക. അവരെ BJP ജയിച്ചാൽ പോലും പ്രശ്നമില്ല, കോൺഗ്രസ് പാർട്ടി രാജ്യത്തുണ്ടാവരുത് എന്നുള്ള രീതിയിലേക്കായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അടുത്ത കാലത്തുണ്ടായത്. അതുകൊണ്ടാണ് ആ പാർട്ടിയുടെ തകർച്ച നമ്മുടെ രാജ്യം കണ്ടത്. ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഛിന്ന ഭിന്നമാവുന്നു, കേരളത്തിൽ തുലോം പിന്നോട്ട് പോകുന്നു. അപ്പൊ ഇവിടുത്തെ CPM പോലെയുള്ള പാർട്ടികൾ ചെയ്യേണ്ടത് അവർക്കും ദേശീയ രാഷ്ട്രീയ പദവി, ദേശീയ പാർട്ടി പദവി അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്കും അതിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോ ഇവിടെ ചെയ്യേണ്ടത് ജനാധിപത്യ മതേതരത്വ ശക്തികൾക്ക് പിന്തുണ കൊടുക്കേണ്ട CPM കോൺഗ്രസിനെ തകർത്തു എന്നതിന്റെ പേരിലാണ് ഒരുപക്ഷെ CPM-ഉം ഇന്ത്യയിൽ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ തന്നെ തിരിച്ചറിവ് നടത്തിക്കൊണ്ട് ജനാധിപത്യ മതേതര കക്ഷികൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കണം. ആ നിലപാടിലേക്ക് ഇവരൊക്കെ തന്നെ പോകുന്നില്ല. ഇന്ന് പോലും ബഹുമാന്യനായ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ രാഷ്ട്രീയ അവലോകനത്തിൽ ഇന്നും പറയുന്നത് ചെറ്റയാണെന്നുള്ള രീതിയിലാണ് ശ്രീ പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകളെ കാണുന്നത്. ഈ രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനെ വിമർശിച്ചിരിക്കുക. അപ്പൊ ഇത്തരം ചെറിയ വിമർശനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഹിറ്റ്ലറെ പോലെയുള്ള ഒരാൾ വന്നിരിക്കുന്നു. അദ്ദേഹം വംശീയത ആളിക്കത്തിച്ചുകൊണ്ട്, വികാരം ആളിക്കത്തിച്ചുകൊണ്ട് രാജ്യത്തെ തകർക്കുമെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. വാഹിദ് എന്നാമായിൻ പറയുന്നത് വളരെ കൃത്യമായി, നിങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ നിൽക്കാതിരുന്നാൽ തിരിച്ച് സഹായിക്കാം. കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള അജണ്ടയിൽ നിന്ന് പിന്മാറണം. അതാണ് അടിസ്ഥാന ആവശ്യം. കോൺഗ്രസിനെ ആരും തകർത്തതല്ല, അത് ആദ്യം ബോധ്യപ്പെടണം. കോൺഗ്രസ് സ്വയം തകർന്നതാണ്. നിങ്ങൾ എടുത്ത നിലപാട്, നിങ്ങൾ ആരുടെ അടുത്താണ് യുദ്ധം ചെയ്തിരുന്നത്? നിങ്ങൾ നിത്യേന ഗ്യാസിന് വിലയേറ്റുമ്പോൾ, നിങ്ങൾ പെട്രോളിയത്തിന്റെ വില വർധനവിന് വേണ്ടിയിട്ട് പെട്രോളിയം കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ, ഇങ്ങനെ ഓരോ ദൈനംദിനമായി മനുഷ്യനെ ദുരന്തത്തിലേക്ക് ഏർപ്പെടുത്തുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം 5 വർഷത്തിലൊരിക്കൽ അവന്റെ കയ്യിൽ ഒരു ആയുധമുണ്ടെന്ന്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം കുഴിച്ച കുഴിയിൽ നിങ്ങൾ വീണതാണ്. അതുകൊണ്ട് ഇതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇനി നിങ്ങൾ ഇതേ നിലപാടും ഇതേ നവലിബറൽ
സമ്പ്രദായത്തിൽ നിങ്ങളാണ് കൊണ്ടുവന്നത്. അതാണ് ഇന്ത്യയുടെ ജനങ്ങളെ ദരിദ്രനെ വീണ്ടും ദരിദ്രനാക്കിക്കൊണ്ടിരിക്കുന്നത്, ശതകോടീശ്വരനെ വീണ്ടും ശതകോടീശ്വരനാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നയം തിരുത്തപ്പെടണം. ഈ നയം തിരുത്തപ്പെടാൻ നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല ഇടതുപക്ഷ ബദൽ നയം വെക്കണമെന്ന്. മറിച്ച് ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ഒരു ആം ആദ്മി പാർട്ടിയെങ്കിലും ആവാൻ ശ്രമിക്കണം. ആം ആദ്മി പാർട്ടി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് അജണ്ടകളല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ചേരാവുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഇന്ത്യയിൽ മതേതര കക്ഷികൾ ഏകീകരിക്കപ്പെടണം. അത് ഏകീകരിക്കപ്പെടുന്നതിന് നയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ടോ അരവിന്ദ് കെജ്രിവാൾ വന്നതുകൊണ്ടോ പ്രകാശ് കാരാട്ടിനെ മാറ്റിയത് കൊണ്ടോ അല്ല വരേണ്ടത്. മറിച്ച് രാഷ്ട്രീയ നയമാണ്. അത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കണം. അവർ കൃത്യമായി ജനങ്ങളോട് പറയണം, നോക്കൂ ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വിലക്കയറ്റം, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണ് എന്നിട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെയായാൽ ഇടതുപക്ഷത്തെ ആയാലും ആം ആദ്മി ആയാലും കോൺഗ്രസിനെ ആയാലും ജനങ്ങൾ സ്വീകരിക്കും. ഇല്ലെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി തുടരും. ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിലേക്ക് ഇടതുപക്ഷത്തിന് നിങ്ങളോട് അത്രയ്ക്ക് വലിയ ഐത്തമില്ല. കാരണം സർക്കാരിനെ താങ്ങി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് വിട്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപും പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അന്യോന്യം സഹായമാകാമെന്ന്. അന്ന് കോൺഗ്രസിന് ആയിരുന്നു അഹങ്കാരം. കോൺഗ്രസ് ഇങ്ങനെയൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റയ്ക്ക് വരും അല്ലെങ്കിൽ നിലവിലുള്ള UPക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് വലിയൊരു അളവോളം ഇപ്പോഴും ഐത്തം മനസ്സിലില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തുള്ള ഒരു സമയമുണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് CPM എപ്പോൾ ഇടതുപക്ഷം UPയിൽ നിന്ന് മാറി നിന്നുവോ അതിനുശേഷം CPM-ഉം ഇടതുപക്ഷവും ഇന്ത്യ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവർ ചെയ്തു വെച്ചതാണിത്, അവർ തന്നെ ചെയ്തു വെച്ചതാണ്. അപ്പൊ അവർ ചെയ്തു അല്ല, ഞാൻ എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോ അവർ ചെയ്തു വെച്ച് തുടങ്ങിയതിനു ശേഷം അവരെപ്പോഴും നോക്കിക്കേണ്ടത് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ടാണ് CPM എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷ മതേതര ശക്തി വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രസ്ഥാനത്തിന്റെ തകർച്ച ഇന്ത്യ രാജ്യത്തിലെ സോഷ്യലിസ്റ്റിനും അതുപോലെ തന്നെ ഞാനൊരു കാര്യം അദ്ദേഹത്തിനല്ല അദ്ദേഹം ഈ പറഞ്ഞതിന് വേണ്ടിയിട്ട് ഒരു അരിത്തമാറ്റിക് ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു അരിത്തമാറ്റിക് ഇൻഫോർമേഷൻ. അതായത് ആദ്യത്തെ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് 16 സീറ്റാണ്. അന്ന് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ 3.29%. ഇപ്പോഴത്തെ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIM-ഉം CPI-യും കൂടി ചേർന്നുള്ളത് 11 സീറ്റാണ്, 3.3%. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ പോലെ എവിടെ തകർന്ന് തരിപ്പണമായിട്ടൊന്നുമില്ല. എന്താണോ അതിന്റെ വോട്ട് താങ്കൾ പറഞ്ഞ പശ്ചിമ ബംഗാളിന്റെ സ്ഥിതി എന്താ അത് ഉൾക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 30% വോട്ട് ഇപ്പോൾ 2 സീറ്റാണെങ്കിൽ 30% മാത്രമാണ്. ഒരു പൊതുശത്രുവിനെ അന്ന് ഇടതുപക്ഷം പറഞ്ഞത് അതായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ അണികളെ വിശ്വസിപ്പിക്കാൻ അന്ന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. വലിയ പഴി കേൾക്കേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പൊതു ശത്രുവിനെ നേരിടാൻ വേണ്ടി ചെറിയ ശത്രുവിന്റെ കൂടെ ചേരുന്നു എന്നുള്ളതായിരുന്നു. ആ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. അത് തിരിച്ചും കോൺഗ്രസിന് അങ്ങോട്ടും ചെയ്യാവുന്നതാണ്. അല്ലാതെ 44 സീറ്റുമായി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സഭയിൽ നിങ്ങൾക്ക് ഇപ്പോഴും പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും കഴിയില്ല. അല്ല, ഇതൊരു നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അതൊക്കെ തന്നെ കാണും, അതൊക്കെ തന്നെ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഇന്ദിരാഗാന്ധി ജയിലിലേക്ക് പോകുമ്പോഴുള്ള പാർട്ടിയുടെ അവസ്ഥ എന്താ, പാർട്ടി രണ്ടായി പിളർന്നപ്പോഴുള്ള പാർട്ടിയുടെ അവസ്ഥ എന്താ, അന്നൊക്കെ കോൺഗ്രസ് തകർന്നു എന്ന് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോയവരാ. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നം. ഇപ്പോഴും BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ഇപ്പോഴത്തെ ഭരിക്കാൻ പോകുന്ന മുന്നണിയും കോൺഗ്രസും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം പോലും 10% അടുത്ത് മാത്രമാണ്. അപ്പോ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഒന്നും കൈയൊഴിഞ്ഞിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിലും ഇന്ത്യയിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. ആ പരാജയത്തിൽ നിന്നാണ് തിരിച്ചു വരിക. ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ 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 കേൾക്കാമോ? പറയൂ, പേര് ചോദ്യം പറയൂ. കേട്ടില്ല. കേൾക്കാം പറയൂ. എങ്ങനെ കാണുന്നു താങ്കൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഒന്ന്, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം ഇനി
കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ അത് BJP സർക്കാർ കനിയണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസും CPIഎമ്മും എല്ലാം ഒരുമിച്ച് ഒരു ശക്തമായ പ്രതിപക്ഷമായി നിൽക്കണം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ TV ശ്രദ്ധിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഈ നയപരിപാടികളുടെ അടിസ്ഥാനത്തിലല്ലേ ഇവര് യോജിക്കും. ഇപ്പൊ CPIഎമ്മും കോൺഗ്രസും പറഞ്ഞാല് അവസരത്തിനകത്ത് നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ യോജിക്കാൻ പറ്റൂ. ഇപ്പൊ അന്ധമായ BJP വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് യോജിക്കാൻ പറ്റും. നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർക്ക് യോജിക്കാൻ പറ്റൂ. ഇപ്പൊ CPIഎം പിന്നെ പശ്ചിമ ബംഗാളില് CPIഎമ്മും കോൺഗ്രസും, അതുപോലെ കേരളത്തില്, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളും CPIഎമ്മും കോൺഗ്രസും ഇതിന് മത്സരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കക്ഷികളെ കേന്ദ്രത്തിൽ പോയിട്ട് BJPക്കെതിരായിട്ട് പിന്നെ ഒരു നയപരിപാടി വെച്ചിട്ട് അല്ലാതെ യോജിക്കുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാണ്. അത് മാത്രമല്ല, ഈ CPIഎമ്മിനെ സംബന്ധിച്ച് CPIഎം ഓൾ ഇന്ത്യ ലെവൽ പാർട്ടിയായി അല്ലാതായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഓൾറെഡി. കാരണം അവർക്ക് ദേശീയ പ്രതികരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് പിന്നെ BJPയെ എതിർക്കാൻ പറ്റുക? അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെ കോൺഗ്രസിനെ എതിർക്കാൻ പറ്റുക? മറ്റൊരു കാര്യം, അവര് ഈ മൂന്നാം മുന്നണി CPIഎം വേറെ ഇപ്പൊ പ്രാദേശിക കക്ഷികളുടെ ഒരു പിന്നെ സ്റ്റാറ്റസ് പിന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക കക്ഷികൾ പോലും പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കുന്നത് മറ്റൊരു കാര്യം, കോൺഗ്രസ് ആലോചിക്കുന്ന ഒരു പരിഹാര ക്രിയ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോൺഗ്രസ് ഇങ്ങനെയൊക്കെ അതിന് കാര്യമില്ല. കാരണം വ്യക്തമായി ഈ ഒരു ആങ്ങളെ പോയിട്ട് പെങ്ങളെ കൊണ്ടുവരുന്ന രക്ഷപ്പെടുന്ന പാർട്ടികളെ കോൺഗ്രസിന് വ്യക്തമായ ഒരു നയപരിപാടികളുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തന പങ്കാളി അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. അന്ധമായ BJP വിരോധത്തിന്റെ കാര്യം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു കുടുംബ രാഷ്ട്രീയം എന്നതിലുപരിയായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു. അതാണ് വേണ്ടത്. അതായത് വെറുതെ അഴിമതി നടത്തുക എന്നുള്ളത് മാത്രം, കോൺഗ്രസിനെ അഴിമതി നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ അങ്ങനെ പോയിട്ട് പെങ്ങളെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടാൻ പോകുന്ന പാർട്ടിയിലാണ് കോൺഗ്രസ്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. NR മാഹിൻ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ ഒരു പേരുദോഷം ഒഴിവാക്കാനെങ്കിലും ഏറ്റവും മിനിമം ശ്രമിക്കേണ്ടേ കുടുംബ വാഴ്ച, നെഹ്റു കുടുംബം വാഴ്ച, ഗാന്ധി കുടുംബം, ഇങ്ങനെ കുറെ കാലങ്ങളായി ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്നുള്ള പേരുദോഷം കോൺഗ്രസിനുണ്ട്. ഇനിയെങ്കിലും അത് തിരിച്ചറിയേണ്ട ഇത്രയ്ക്ക് വലിയ 44 സീറ്റിലേക്കൊക്കെ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ. അല്ല സുരേഷ്, ഇന്ദിരാഗാന്ധി രാജ്യത്തിന് വേണ്ടി ബലി കൊടുക്കപ്പെട്ട ഒരു മഹതിയല്ലേ? രാജീവ് ഗാന്ധിക്ക് അമ്മയെ നഷ്ടപ്പെട്ടില്ലേ? രാഹുൽ ഗാന്ധിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടില്ലേ? രാജ്യത്തിന് ബലി കൊടുത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരവർ. അവർക്ക് നഷ്ടപ്പെട്ട ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സംഘപരിവാർ നേതാവാണ് മഹാത്മജിയെ കൊന്നത്. അപ്പൊ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച മഹത് വ്യക്തികളുടെ ഒരു കുടുംബത്തെ തള്ളിപ്പറയുന്നത് ശരിയാണോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പിന്നെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചു. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ അമ്മ, ഉപാധ്യക്ഷൻ ഇപ്പോൾ മകൻ, ഇനിയിപ്പോൾ തിരിച്ചിടുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മകൻ, ഉപാധ്യക്ഷയായിട്ട് മകൾ വരുന്നു. എങ്ങനെയാണ് ഒരമ്മയും 2 മക്കളും ചേർന്നാൽ ഒരു രാജ്യത്തിന്റെ മൊത്തം പ്രതിനിധികളും ഒരു വലിയൊരു പാർട്ടിയെ നയിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ എത്രയോ നാണക്കേടല്ലേ നിങ്ങൾക്ക്? സുരേഷ്, 7 വർഷത്തോളം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഒരു നേതാവായിരുന്നു സോണിയാഗാന്ധി. അപ്പോൾ പറഞ്ഞു ഈ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പലരും പറഞ്ഞു, മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞു ആ പാർട്ടി തകർന്നിരിക്കുന്നു. 7 വർഷത്തോളം പ്രതിപക്ഷത്തിരുന്ന് തിരിച്ച് പ്രധാനമന്ത്രി കസേരയിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയപ്പോൾ അതുപോലും ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു നേതാവാ സോണിയാഗാന്ധി. അവർ ചെയ്ത അതാണ് ഒരു പാർട്ടിക്ക് എപ്പോഴെങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ അവർ ചെയ്ത സേവനങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുക. ഇന്നാ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നത് ഇന്ത്യന്റെ സാമ്പത്തിക ശക്തി, ഇന്ത്യന്റെ കരുതൽ നാണയ ശേഖരം, അതുപോലെ തന്നെ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായ കാലഘട്ടത്തിൽ ഇന്ത്യന്റെ സാമ്പത്തിക വളർച്ച, ഇതൊക്കെ തന്നെ ചരിത്രത്തിൽ നാളെ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഇന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. കാലം തെളിയിക്കും. ചരിത്രമാണ്. ഇതൊരു ജനാധിപത്യ
ഒരു പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ജനങ്ങളാണ്. ഈ ജനങ്ങൾ ഇന്ന് പറഞ്ഞതൊക്കെ തന്നെ നാളെ ശരിയായിരിക്കണമെന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുക്കും, പാർട്ടിയെ നന്നാക്കിയെടുക്കും. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മതേതരത്വത്തിന്റെ നിലപാടുകൾ വിജയിപ്പിച്ചു കൊടുക്കും. ഗോപികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഗോപികൃഷ്ണൻ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സർക്കാരിന്, NDA സർക്കാരിന് അധികാരത്തിൽ ഏറ്റുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച മാധ്യമ പ്രവർത്തകരാണ് താങ്കൾ. NDA അധികാരത്തിൽ ഏറ്റുന്നതിൽ പങ്ക് വഹിച്ചിട്ടില്ലെങ്കിൽ പോലും UPA അധികാരത്തിൽ നിന്നും ഇല്ലാതാക്കുന്നതിൽ വലിയൊരു പങ്ക് 2G സ്പെക്ട്രം ലോകത്തിന് മുൻപിൽ കൊണ്ടുവന്ന ഒരു മാധ്യമ പ്രവർത്തകൻ രാജ, താങ്കളെ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുള്ള രാജ അടക്കം തോറ്റിരിക്കുന്നു. വലിയ അഭിനന്ദനങ്ങളുമുണ്ട് അക്കാര്യത്തിൽ. ഏതായാലും ഇനിയിപ്പോൾ കോൺഗ്രസ് ഈ നിലയ്ക്ക് പോയി 44-ൽ എത്തി ഒതുങ്ങി നിൽക്കുന്നു. നരേന്ദ്രമോദിക്ക് ഒരു വലിയ രീതിയിൽ ഹൈപ്പെല്ലാം കിട്ടി അധികാരമുണ്ടാക്കി വെച്ചിരിക്കുന്നു. രാജ്യത്തൊരു പ്രതിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും ഇല്ലാതാകുമോ? ഹലോ, കട്ടായി പോയി തോന്നുന്നു. ഗോപികൃഷ്ണനിലേക്ക് വാഹിദ്, അവസാനമായി സമയം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി, ഇപ്പോൾ വളരെ പരിമിതമായ സീറ്റുകളിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഇങ്ങനെ ഇടതുപക്ഷം ഒതുങ്ങിപ്പോയതിലും ഈ കോൺഗ്രസിന് പറ്റിയതുപോലെയുള്ള കുറേ കാരണങ്ങൾ ഒക്കെ തന്നെ ഉണ്ട്. താത്വികമായി താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ. പക്ഷേ ഇനി ഇപ്പോൾ ഏത് തരത്തിലാണ് CPIM-ന് ഒരു ഈ വിചിന്തനം ചെയ്യുക? ഇപ്പോൾ നേരത്തെ കാരാട്ട് പറയുന്നത് പോലെ തന്നെ തോൽവി വിലയിരുത്തുമെന്ന് പറയുന്നത് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ പ്രക്രിയകൾ ആരംഭിക്കാൻ പോകുന്നത്? അല്ല, അതിനു മുമ്പ് താത്വികതയ്ക്കപ്പുറം പ്രായോഗിക തലത്തിലും ഇടതുപക്ഷത്തിന് ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു മഹാ ആപത്ത് ചെയ്യും. അവസാനം കോൺഗ്രസ് സ്വയം നശിക്കുകയും മറ്റുള്ളവരെ എല്ലാവരെയും നശിപ്പിക്കുകയും ചെയ്യാന്നുള്ളൊരു പ്രക്രിയ കൂടി കോൺഗ്രസ് ചെയ്തു വന്നു. അതായത് 2004 അവരെ കൊണ്ടുവന്നു, 2009 അവരെ കൊണ്ടുവന്നവരൊക്കെ അവർ ആദ്യം തകർത്തു, 2014 അവർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. അപ്പോൾ കോൺഗ്രസ് ഒരു വിനാശകാല സാധനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വിനാശത്തിൽ നിന്ന് ഗുണകരമായ ഒരു സാധനമായി മാറേണ്ടതിരിക്കുന്നു. അതിന് മനസ്സ് മാറണം. എങ്ങനെ മനസ്സ് മാറണം? ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള മനസ്സാവണം. നിങ്ങൾ ഇപ്പോഴും ഈ ഇന്ദിരാഗാന്ധി മരിച്ചതും ഈ രാജീവ് ഗാന്ധി മനസ്സുള്ള ഏത് നേതാവ് ഇന്ന് കോൺഗ്രസിലുണ്ട്? അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. കോൺഗ്രസിൽ അതായത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഏതെങ്കിലും നേതാവുണ്ടോ ആ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള കാര്യം കൂടി ചോദിക്കണം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിന്റെ നയത്തിന്റെ പ്രശ്നമാണ്, കോൺഗ്രസിന്റെ നേതൃത്വം. കാരണം പണ്ട് കോൺഗ്രസിൽ, അതായത് കേരളത്തിലെ നേതാക്കളൊക്കെ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നു. അതാണ് കേരളത്തെ പൊതുവെ പറയാറുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷക്കാരന്റെ മനസ്സിലും ഒരു ഇടതുപക്ഷം ഉണ്ടെന്നുള്ളത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷം മനസ്സ് എന്ന് പറയുന്നത്. പണ്ട് ആന്റണിയും വയലാരവിയും ഒക്കെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആന്റണി, വയലാരവി ഇവരൊക്കെ സൈലന്റ് പാർട്ട്ണർമാരായി മാറി. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് പോലും ഇല്ലാതെ എന്താ പറയാ, തോൽക്കാൻ പോകുന്ന മുങ്ങാൻ പോകുന്ന കപ്പലാണ് ഓടി രക്ഷപ്പെടാന്നുള്ള രീതിയിലായിരുന്നു ആന്റണിയെ പോലുള്ളവരൊക്കെ ചെയ്ത്, ചിദംബരം പോലുള്ളവരൊക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബദൽ നേതൃത്വവും ബദൽ നയവുമായി കോൺഗ്രസ് വരികയാണെങ്കിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കഴിയുകയാണെങ്കിൽ അത് അവരുടെ നല്ലത്. ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്തായാലും ജനകീയ ബദൽ തിരിച്ചു വരും, അതിനൊരു സംശയവുമില്ല. കാരണം ഒരു നരേന്ദ്രമോദിക്ക് ബ്രിട്ടീഷുകാരെ തുരത്തിയ ഇന്ത്യക്കാരന്, അതേപോലെ തന്നെ ഇതിനും വലിയ ഫാസിസ്റ്റ് ഭരണം ചെയ്ത ഇന്ദിരാഗാന്ധിയെ പാഠം പഠിപ്പിച്ച ഇന്ത്യക്കാരന് തീർച്ചയായിട്ടും ഒരു ഹിറ്റ്ലറെയൊക്കെ നേരിടാനുള്ള ശക്തി ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ ബദൽ വരും. അതിൽ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തന്റെ നയങ്ങളിലൂടെയാണ്. അതിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പറയേണ്ടത്, നമ്മോടൊപ്പം നിൽക്കേണ്ട, നമുക്ക് പിന്തുണ തരേണ്ടത് ആരാണ്? പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക. പൊതുജനങ്ങളുടെ പ്രശ്നം എന്താണ്? വിലക്കയറ്റമാണ്, ജീവിക്കാൻ വയ്യായ്കയാണ്. അതിലേക്ക് ഇടപെടണം. അല്ലാതെ കേവലമായ നിങ്ങൾ പഴയ പാരമ്പര്യം പറഞ്ഞ് പഴയ കാലത്ത് ഞങ്ങളെ രക്തസാക്ഷിയായി പിന്നെ ഒരു കുടുംബം, ഒരു തറവാട്, ഇതൊക്കെ ജനങ്ങൾ വല്ലാതെ മടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലെഗസി ഉണ്ടാവാം, പക്ഷെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, കേൾക്കാമോ? പേര് പറയും. എന്റെ പേര് റോബിൻ.
റോബിൻ, അവസാനമായി സമയം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ കോൺഗ്രസിലെ പ്രതിസന്ധി താങ്കൾ? ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് രക്ഷിക്കാൻ കഴിയുമോ? അതാണോ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിഹാരക്രിയ? കോൺഗ്രസിനെ രക്ഷിക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എനിക്ക് പറയാനായിട്ടുള്ളത് വേറൊരു കാര്യമാണ്. ഒരു കാലിൽ മന്ദുള്ളയാൾ രണ്ട് കാലിൽ മന്ദുള്ളവനെ മന്ദാന്ന് രണ്ട് കാലിൽ മന്ദുള്ളയാൾ ഒരു കാലിൽ മന്ദുള്ളവനെ മന്ദാന്ന് വിളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ വാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നന്നാവണം, കോൺഗ്രസ് രക്ഷപ്പെടണം എന്ന് പറയുന്നത് അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് അവർ ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ നമ്മുടെ ഈ ചർച്ച നേരത്തെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതില് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇന്ന് നരേന്ദ്രമോദി വാരണാസിയിൽ പോയി, എനിക്കറിയില്ല എന്താ സംഭവിച്ചത് അവിടെ നിന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയില്ല. എന്തോ ഒരു പൂജ നടത്തിയതായിട്ടാണ് എനിക്ക് അതിൽ എന്തിനും നമ്മളൊരു വർഗീയത കാണുന്നു. നല്ല രീതിയിൽ നമുക്ക് ചിന്തിച്ചുകൂടെ? നമ്മൾ ജനങ്ങളിലേക്ക്, മാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും നമ്മൾ എന്തിനും വർഗീയത കുത്തിവെക്കുന്നു? വർഗീയത കുത്തിവെക്കേണ്ട അവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇപ്പം കെ എം മാണി ആണെങ്കിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്ന അന്നോ അല്ലെങ്കിൽ റിസൾട്ട് അറിയുന്ന അന്നോ അതിന്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അധികാരത്തിലേറുന്നതിന് മുമ്പ് അവർ പള്ളിയിൽ പോയില്ലേ എന്ന് പറഞ്ഞതുപോലെ മറ്റു നേതാക്കന്മാർ, നമ്മുടെ കരുണാകരൻ ഗുരുവായൂർ പോയിക്കൊണ്ടിരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഓരോ നേതാക്കന്മാരും ഒരു മക്കയില് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ നിസ്കരിക്കാൻ പോവുകയോ പൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് വിടൂ. അതിനെ നമ്മൾ വർഗീയമായിട്ട് കാണണ്ട. വർഗീയ ചേരിതിരിവ് നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാക്കരുത്, പ്രത്യേകിച്ച് കേരളത്തില്. അതാണ് താങ്കളുടെ അഭിപ്രായം. വളരെയധികം റോബിൻ, വളരെ ചുരുക്കി NR മൈനീതിനെ. കാരണം വാരണാസിയിൽ പോയതിനെയും ഗംഗാ ആരതി നടത്തിയതിനെയും ഒരു വലിയ തെറ്റായി കാണേണ്ടതില്ല. മറ്റു നേതാക്കൾ ചെയ്യുന്നത് പോലുള്ള ഒരു കാര്യം മോദി ചെയ്തു എന്ന് മതി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. കാരണം ഇദ്ദേഹം നടത്തി വന്ന പ്രവർത്തനം, ഒരു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ, അദ്ദേഹത്തിന്റെ അമിത്ഷായെ പോലുള്ള ആളുകളെ UP യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മുസഫർ നഗറിൽ നടത്തിയ കലാപങ്ങൾ, അങ്ങനെയുള്ള കലാപങ്ങളൊക്കെ കണ്ടു പേടിച്ച ആളുകൾക്ക് ഇത്തരം സംഭവങ്ങൾ, ആരതി പോലെയുള്ള സംഭവങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ചെയ്യുക എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് വരുന്നതായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നം ഇദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലമുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്ന ഒരു പ്രേക്ഷകൻ കൂടെ ചേരുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ കേൾക്കാമോ? കട്ടായി പോയിരുന്നു. വാഹിദ് നാട്ടിക, അവസാനമായി ഏതായാലും ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എങ്കിൽ പോലും ഒരു ശക്തിയുള്ള പ്രതിപക്ഷം ഇല്ല എങ്കിൽ അതൊരു വലിയ ദുരന്തമാകും. ആ തിരിച്ചറിവ് ഉണ്ടാകണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ ഞാനൊരു ഇത് തിരുത്താം. ഈ വലിയ മന്ദിന്റെ കഥ പറയാൻ, 2009 പാർലമെന്റിലും ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. 19 സീറ്റാണ് ഉണ്ടായിരുന്നത്, അതിപ്പോ 12ആയി. മറ്റേ സ്വതന്ത്ര അടക്കം 12ആയി, 13 സീറ്റായി, 6 സീറ്റിന്റെ കുറവ്, 14 സീറ്റായി. സ്വതന്ത്രരടക്കം 12+2 14 പേര്, 5 സീറ്റാ കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഒരു വലിയ വ്യത്യാസമൊന്നുമല്ല. വോട്ട് ഷെയർ ഒക്കെ അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നല്ല, ഇടതുപക്ഷത്തിന് സത്യത്തിൽ പാർലമെന്റിൽ വലിയ ഒരു സാധ്യതകളോ വലിയ ഇതില്ല. പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് നമ്മുടെ ഇപ്പൊ പ്രതിപക്ഷം നിൽക്കുന്ന പ്രതിപക്ഷത്തുള്ള സ്പോക്സ്മാൻ, പ്രതിപക്ഷത്ത് പാർലമെന്റിലേക്ക് പോയിട്ടുള്ളവർ, ഇവരൊക്കെ തന്നെ സത്യത്തിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്നുള്ള വലിയ അപകടമുണ്ട്. ഇടതുപക്ഷത്തിന്റെ MP-മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയി കുറച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്ന ഒരു PT തോമസ് ആയിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ഇവിടുത്തെ ഒരു പ്രധാന 44 MP-മാർ ഒന്നും സംഘപരിവാർ ഇന്ത്യ ഭരിച്ചാലും കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുക, അത് സ്ഥിരമായി ഏറ്റെടുത്തിരിക്കുന്ന എന്റെ പ്രിയ സഹപ്രവർത്തകൻ അത് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ എത്തിപ്പെടുന്ന ഒരു അപകടം തിരിച്ചറിയണമെന്നാണ്. 6 മന്ത്രിമാരുണ്ട് വാഹിദ്. മുല്ലപ്പള്ളി മുതൽ ശശി തരൂർ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മന്ത്രിമാരോ നമ്മുടെ കേരളത്തിന് ഒരു ഉറുപ്പിക ഗുണമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയിൽ നിന്ന് കേരള ജനതയുടെ വലിയ മറയത്തിലാണ്. മറിച്ച് അതിന് പകരം പ്രതിപക്ഷമായി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ശത്രുവല്ല. 16ാം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമോ? അത് ഉണ്ടാകണമെങ്കിൽ BJP ഇനി കനിയണം. അങ്ങനെ കനിഞ്ഞാൽ തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രാഹുൽ ഗാന്ധിക്കോ
കഴിയുമോ എന്നുള്ളതായിരുന്നു പരിശോധിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അടുത്ത പരിഹാരക്രിയ അതിന് തിങ്കളാഴ്ച പ്രവർത്തക സമിതി യോഗം ചേരുകയാണ്. അതിനുശേഷമായിരിക്കും പരിഹാരക്രിയകളുടെ തുടക്കം എന്ന് പറയുന്നത്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അതോടൊപ്പം തന്നെ ശ്രീ PV തോമസ്, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ NR മായിൻ, കോൺഗ്രസ് നേതാവ് വാഹിദ് നാട്ടിക, ഇടതുപക്ഷ നിരീക്ഷകൻ, ചർച്ചയിലേക്ക് വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. ഒരിടവേളയിലേക്ക്.